ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പ്രവാസി ക്ഷേമനിധി എങ്ങനെ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ക്ഷേമനിധി മാസത്തിലും അടയ്ക്കാം, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒന്നിച്ചിട്ടോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രവാസി ക്ഷേമനിധിയിൽ എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക, അതുപോലെ എങ്ങനെ കാർഡ് പ്രിൻറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഓൺലൈനായിട്ട് പ്രവാസി ക്ഷേമനിധി അടയ്ക്കാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി നിങ്ങളുടെ മൊബൈലിലെ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് കേരള പ്രവാസി ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണുന്ന ലിങ്കാണ് പ്രവാസി പേയ്മെൻറ്റ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിതുപോലെ പുതിയൊരു പേജ് തുറന്നു വരും. ഇവിടെ നിങ്ങളുടെ മെമ്പർഷിപ്പ് നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ മെമ്പർഷിപ്പ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ്, മന്ത്, ഇയർ ക്രമത്തിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിന് തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡ് അതിന് മുകളിലത്തെ ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഷോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ മെമ്പർഷിപ്പ് ഡീറ്റെയിൽസൊക്കെ കാണാൻ സാധിക്കും. അതിന് തൊട്ട് താഴെയായി നിങ്ങൾ അടയ്ക്കേണ്ട പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ എത്ര എമൗണ്ടാണ് അടച്ചത്, ഇനി എത്രയാണ് അടയ്ക്കാനുള്ള തുക എല്ലാം കാണാൻ സാധിക്കും. എനിക്കിപ്പോൾ അടയ്ക്കാനുള്ളത് 1750 രൂപയാണ് അടയ്ക്കാനുള്ളത്. പേയ്മെൻറ്റ് ചെയ്യാനായി പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് സെലക്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഭാഗമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടയ്ക്കേണ്ട എമൗണ്ട് അടയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ പെനാൽറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷനും പെനാൽറ്റിയും ഒന്നിച്ച് പേയ്മെൻറ്റ് ചെയ്യാം. എനിക്കിവിടെ പെനാൽറ്റി ഒന്നുമില്ല, സബ്സ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനതുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം താഴെ കാണുന്ന പേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള പേജ് ഓപ്പണായി വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI, നെറ്റ് ബാങ്കിങ് എന്നിവയുടെ എല്ലാം പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് നെറ്റ് ബാങ്കിങ്ങിലൂടെ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി നെറ്റ് ബാങ്കിങ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കുകളൊക്കെ ഇവിടെ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് കാണാം. ഇനി നിങ്ങൾക്ക് ബാങ്ക് ഇവിടെ കണ്ടിട്ടില്ലെങ്കിൽ സെലക്ട് ബാങ്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ ബാങ്ക് ഏതാണോ അത് ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക. ഞാനിവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം താഴെ കാണുന്ന മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിൻ്റെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആവും. അവിടെ നിങ്ങളുടെ യൂസർ ID, പാസ്വേഡ്, അതുപോലെ തന്നെ താഴെ കാണുന്ന ക്യാപ്ച കോഡ് കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, അടയ്ക്കേണ്ട എമൗണ്ടും കാണാൻ സാധിക്കും. അതിനുശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. നിങ്ങൾക്ക് ലഭിച്ച OTP താഴെ കാണുന്ന ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായി കഴിഞ്ഞു. അതിൻ്റെ മെസ്സേജാണ് ഇവിടെ കാണുന്നത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. നമുക്ക് പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസീറ്റ് നിങ്ങൾക്ക് ഇവിടെ ലോഡായി വരുന്നതാണ്. ഇപ്പോൾ ലോഡായി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസീറ്റ്. നിങ്ങളുടെ ID നമ്പർ, അതായത് മെമ്പർഷിപ്പ് നമ്പർ, അതുപോലെ പേര്, അതുപോലെ നമ്മൾ അടച്ച എമൗണ്ട്, ഡേറ്റ്, കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്കിത് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം, സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ രീതിയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കേരള പ്രവാസിയുടെ ക്ഷേമനിധി ഓൺലൈനിലൂടെ എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. പ്രവാസി ക്ഷേമനിധിയിൽ എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം, അതിൽ കാർഡ് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാം എന്നിങ്ങനെ തുടങ്ങിയ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.